എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയ് 8-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് parishabavan.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. റിസൾട്ട് അറിയാനുള്ള വെബ്സൈറ്റായിട്ടുള്ള kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ iExam മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ പോർട്ടലുകളായിട്ടുള്ള SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷാ പോർട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നേരിട്ട് ആ ഒരു വെബ്സൈറ്റുകളിൽ പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ SSLC റിസൾട്ട് അറിയുന്നതിനായിട്ട് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ SSLC റിസൾട്ട് അറിയാനായിട്ട് SSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റും THSLC വെബ്സൈറ്റ് അറിയുന്നതിനായിട്ട് THSLCexam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയുമാണ് നിങ്ങൾ ഈ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ SSLC ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്താണ് നിങ്ങളുടെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് SSLC എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ടും ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു സമയത്ത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ റിസൾട്ട് പ്രഖ്യാപിച്ച ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഈ ഒരു ഡീറ്റെയിൽസ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാനും അതുപോലെ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനും സാധിക്കും. സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ആ ഒരു പേജിൽ തന്നെ സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ലിങ്ക് ഈ ഒരു പേജിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകുക. സ്കൂൾ കോഡ് നൽകാനായിട്ട് ഈ ഒരു പേജിലുള്ള സ്കൂൾ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂൾ ഏതാണെന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ അവിടെ തന്നെ സ്കൂൾ കോഡ് കറക്റ്റായിട്ട് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് മെയ് 8-ാം തീയതിയോടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.